ഹായ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാനില്ലേ ഇപ്പം ഭയങ്കര ഒരു പ്രശ്നത്തിലാണ്. എന്താ കാര്യം എന്നറിയോ? ഞാനിപ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ആണല്ലോ, ഞാനിപ്പോൾ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പം ഞാൻ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരു ചാനലുകാർ ഇന്നലെ എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു. ഞാൻ ഭയങ്കര പാവമായതുകൊണ്ട് ഞാൻ ഭയങ്കര പാവമായിട്ട് തന്നെ ഇൻ്റർവ്യൂ കൊടുത്തു. എൻ്റെ സൗണ്ടൊക്കെ മൈക്കിലൂടെയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസമായിരുന്നു. പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നാലേ കേൾക്കുള്ളൂ, അത്രയും പതുക്കെയായിരുന്നു ഞാൻ സംസാരിച്ചത്. കാരണം ഞാൻ പാവാണല്ലോ, ഉറക്കെ സംസാരിക്കാൻ എനിക്കറിയില്ലല്ലോ. അങ്ങനെ ഇൻ്റർവ്യൂ അങ്ങ് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ കഥ, പാവം ചാനലുകാർക്ക് ഒരു സ്വര്യവും ഇല്ല. എന്താ കാര്യം എന്നറിയോ? ഈ പാവം പിടിച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതിൻ്റെ കാരണം കൊണ്ട് ചാനലുകാർക്ക് ഭീഷണി. എന്തൊരു ഭീഷണിയാ! കണ്ണൂരമ്മായി വിളിക്കുന്നു, കോട്ടയത്തമ്മായി വിളിക്കുന്നു, വേറെ എവിടെയുള്ളൊക്കെയോ അമ്മായി വിളിക്കുന്നു. ഇവർക്കൊക്കെ എന്തൊക്കെയോ പറയാനുണ്ടല്ലോ. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള സമ്മതം ഞാൻ തന്നിട്ടുണ്ട്. ഈ സമ്മതമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളാരും എന്താക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാണ്ടിരിക്കണ്ട കേട്ടോ. ഓർഡർ എല്ലാവർക്കും സമ്മതം കൊടുത്തിരിക്കുന്നു. ഇപ്പം സമാധാനമായോ? പിന്നെ ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞോന്ന്? ചാനലുകാരും നമ്മളെ സ്വന്തം ആളല്ലേ, എന്നെ ഞാൻ അറിയാണ്ടിരിക്കുമോ? തുമ്മിയാലും അപ്പിട്ടാലും ഒക്കെ ചാനലുകാരും നമ്മളെ വിളിച്ചറിയും. പ്രത്യേകിച്ച് ഇവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നില്ലേ ആ ചേട്ടൻ, മൂപ്പരും ഞാൻ തമ്മിൽ നല്ല ടൈപ്പാ. അതിനെ കൊണ്ട് നിങ്ങൾ ആര് വിളിച്ചാലും എന്നോട് പറഞ്ഞുതരും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടിക്കൂലിയും തരാം. നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് പോയിക്കോളി. പിന്നെ തെളിവെടുക്കാൻ മറക്കരുത് കേട്ടോ. തെളിവാണ് മുഖ്യം. തെളിവും കൊണ്ടുവരണം. തെളിവെടുത്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളെല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറയണം. പിന്നെ എൻ്റെ പേരിലൊരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോഴേ സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെന്നോട് പറയുക, ഓല ഫോണിനൊരു റെസ്റ്റും ഇല്ല പോലും. എന്താ കാര്യം? ഇന്നെ അറസ്റ്റ് ചെയ്തോ, ജാമ്യത്തിൽ വിട്ടോ, എത്ര കേസുണ്ട്, കേസിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഇന്നെ എത്ര ദിവസം ജയിലിലിടും, ഇതൊക്കെ നാട്ടുകാർക്ക് അറിയണമല്ലേ. എന്താ ചെയ്യുക? പിന്നെ വേറൊരു കാര്യം, പോലീസുകാരും ഇതൊക്കെ എന്നോട് പറഞ്ഞു തരും. നിങ്ങളാര് വിളിച്ചാലും ഞാൻ അറിയും. കാരണം എന്താ? പോലീസുകാരുമായിട്ട് നമുക്കൊരു കൊളാബ്രിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോലീസുകാരെ വിളിച്ചാലും ചാനലുകാരെ വിളിച്ചാലും ആരെ വിളിച്ചാലും ഞാൻ അറിയും. പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ പോലീസുകാരും ചാനലുകാരും മാത്രമല്ല കേട്ടോ എൻ്റെ കൂടെ ഉള്ള കുറച്ച് ഉണ്ടകളും ഉണ്ട്. കുറച്ച് കരിഞ്ഞ ഉണ്ടേ, കുറച്ച് പൊരിഞ്ഞ ഉണ്ടേ, കുറച്ച് കഞ്ചാവുണ്ടേ, അങ്ങനെ കുറേ ഉണ്ടകൾ കൂടെ ഉണ്ട്. പിന്നെ ഒരു കോപാലേട്ടൻ. അതുകൊണ്ട് സംഗതി ഞാനിപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണെങ്കിലും ഞാനിപ്പോൾ ഭയങ്കര ഫേമസ് ആണ്, ഞാൻ ഭയങ്കര സെലിബ്രിറ്റിയാണ്. ഈ ഉണ്ടകളും ഈ കോവാലേട്ടനും ഈ ചാനലുകാരും ഈ പോലീസുകാരും എല്ലാവരും ഇങ്ങനെ വാലാട്ടി പുറകെ നടക്കുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളാരെയും പേടിയില്ല. മനസ്സിലായോ? പറയാനുണ്ടെങ്കിൽ എൻ്റെ പ്രത്യേക പെർമിഷൻ ഞാൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ആദ്യം ഓരോരുത്തരും എന്താക്കുക, ലിസ്റ്റ് തരാം. ആർക്കൊക്കെ എന്തൊക്കെ പറയാനുണ്ട്, എത്ര നേരം സംസാരിക്കാനുണ്ട്, എത്ര മിനിറ്റ് കണ്ടൻ്റ് ഉണ്ട്, ഇതൊക്കെ പറയാം. എന്നിട്ട് ഞാനൊരു സ്ഥലം പറയും. ആ സ്ഥലത്തേക്ക് നമ്പർ വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ കടന്നു വരിക. അപ്പോൾ ഈ നമ്പർ വിളിക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ വരിക, ആവലാതി ബോധിപ്പിക്കുക, തിരിച്ചു പോവുക. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പാടില്ല, അതിനുള്ള പെർമിഷനും ഇല്ല. കാരണം എന്താ? ഞാൻ പെർമിഷൻ തന്നാലല്ലേ നിങ്ങൾക്ക് അപ്പിടാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് അപ്പിടണമെങ്കിലും ഞാൻ പെർമിഷൻ തന്നാലല്ലേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അനങ്ങാൻ പറ്റുമോ? പറ്റൂല. അതാണ് പവർ. ഏത് പവർ? മറ്റേ അപ്പത്തിൻ്റെ പവർ. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാൻ സാധാരണ എല്ലാവരും 2 വെള്ളത്തിലല്ലേ കാല് വെക്കുക. 2 വെള്ളത്തിൽ കാല് വെക്കരുത് എന്നല്ലേ എല്ലാവരോടും ഉപദേശിക്കാം. ഞാൻ 3 വെള്ളത്തിലാണ് കാല് വെച്ചത്. ഏതൊക്കെയാണെന്ന് അറിയോ? ഒന്ന് പടച്ചവൻ്റെ വെള്ളത്തിൽ, വേറൊന്ന് കർത്താവിൻ്റെ വെള്ളത്തിൽ.
പിന്നെ ഒന്നോ കണ്ണൻ്റെ വെള്ളത്തിൽ. എങ്ങനെയുണ്ട്? 2 വെള്ളത്തിൽ കാല് വെക്കരുത് എന്നല്ല എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ, 3 വെള്ളത്തിൽ കാല് വെക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞിട്ടുണ്ടോ? ഒരു പ്രത്യേക ജന്മമാണല്ലേ എന്ന് ചോദിക്കരുത് കേട്ടോ. ഇത് റെയർ പീസാണ്. ഇത് 1,000,000 കാണുള്ളൂ ഇങ്ങനത്തെ ഒരു പീസ്. അപ്പം എന്താ, ഞാൻ ഇങ്ങനെ ഒക്കെയാണ്. അത് കണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല കേട്ടോ. നിങ്ങളൊന്നും തപസ് ഇരുന്നാൽ നമ്മളെ പോലെ ആവാൻ പറ്റില്ല. അപ്പം പിന്നെ വേറെ എന്താ, വേറെ ഒന്നുമില്ല. എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം, മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പേരിലും ഞാൻ കേസ് കൊടുക്കും, നോക്കിക്കോളി. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക, വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. തൽക്കാലം വേറെ ഒന്നുമില്ല, ഇനിയും വരും ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട്. അപ്പം എല്ലാവർക്കും ഏതാ